ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ മഷ്റൂം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നല്ലപോലെ കഴുകി മാറ്റി വെക്കണം. അടുത്തത് പാൻ വെച്ച് പാൻ ചൂടാകുമ്പോഴത്തേനും ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഞാൻ 2 ചെറിയ സവോള ചെറുതായി എരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ സവോള നല്ലപോലെ വഴറ്റണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് സവോള നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള ചെറുതായി വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയിട്ടതാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്തതിന് ശേഷം നല്ലപോലെ വഴറ്റണം. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനുമാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചത് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റായി ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചതച്ച് തന്നെ ചേർത്തത്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല മുരിഞ്ഞ് പച്ചമണം മാറുന്നത് വരെയും വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിനി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഞാനിവിടെ 2 ടീസ്പൂണാണ്. 2 ടീസ്പൂൺ നിറയും ചേർക്കുന്നുണ്ട്. ഈ എരിവില്ലാത്ത മുളക് ആയതുകൊണ്ടാണ് നിറച്ചും ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. ഈ പൊടികളെല്ലാം ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഗരം മസാല ചേർക്കാം. ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം പച്ചമണം ഒന്നും കൂടെ മാറുന്നത് വരെ കുറച്ച് നേരം കൂടെ വഴറ്റണം. അപ്പോൾ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേനും അതിലേക്ക് ഇനി നമുക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം ഇളക്കി നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിൽ വെക്കുന്നത് കൊണ്ടാണ് അധികം എണ്ണ ചേർക്കാത്തത്. നിങ്ങൾ വേറെ പാത്രത്തിലാണ് വെക്കുന്നതുണ്ടെങ്കിൽ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് ചേർക്കണം. അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോഴത്തേന് തക്കാളിയൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഉടച്ചുടച്ച് കൊടുക്കണം. അതിനുശേഷം ഞാനിവിടെ കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് അല്ലെങ്കിൽ സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റും സ്മെല്ലൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. തക്കാളി എല്ലാം നല്ല വെന്ത് ഉടഞ്ഞതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് കഴുകി വെച്ച മഷ്റൂം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം.
അപ്പോൾ മഷ്റൂം എല്ലാം ചേർത്തതിന് ശേഷം ഇനി നല്ലപോലെ എല്ലാ മസാലയും അതിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മൾ സവോള വഴറ്റുന്നേരം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ചിന് വേവിക്കണം. അപ്പോൾ നമ്മൾ മഷ്റൂമിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് വേവുമ്പോഴത്തേനും മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ നമുക്കിനി വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നല്ലപോലെ ഇളക്കി ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കാണാം നല്ലപോലെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ 3-4 മിനിറ്റിന് ശേഷം നമുക്കിനിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേനും കുറച്ച് വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. നമ്മളിവിടെ റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കറി പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മഷ്റൂം ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറിയുടെ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഇവിടെ റോസ്റ്റ് പോലെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷമാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. നമ്മളിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഗരം മസാലയ്ക്ക് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഗരം മസാല കൂടെ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ ഓക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പെപ്പർ പൗഡർ മാത്രം ചേർത്തത്. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ വെള്ളം ഒന്നും കൂടെ വറ്റിയിട്ടുണ്ട്. റോസ്റ്റ് രീതിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടെ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.